പ്രവീൺ ഉത്തരാർദ്ധിലെ നവീൻ പദ്യചൈനികയിൽ അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയൗധ് എഴുതിയ 2 കവിതകളാണുള്ളത്. അതിൽ രണ്ടാമത്തെ കവിതയാണ് കർമ്മവീർ. ആ കവിതയുടെ സാരാംശമാണ് ഇന്ന് പറയുന്നത്. ആദ്യം കവി പരിചയം. 1865 ഹരിയൗധ്ജി ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണം 1941 1865 ഉത്തർപ്രദേശിലെ അസംഗഡ് എന്ന സ്ഥലത്താണ് ഹരിയൗധ്ജി ജനിച്ചത്. ദ്വിവേദി യുഗത്തിലെ പ്രമുഖനായ കവിയായിരുന്നു അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയൗധ്. ഖഡീബോലി വിപ്ലവത്തെ മുന്നോട്ട് നയിച്ചതിൽ അദ്ദേഹത്തിന് അദ്വിതീയമായ പങ്കുണ്ട്. ഖഡീബോലിയിൽ കവിത എഴുതിയ ആദ്യകാല കവികളിൽ ഒരാളായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്. സംസ്കൃതം, ഹിന്ദി, ഉറുദു, ഫാർസി, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ അദ്ദേഹം നിപുണനായിരുന്നു. 1914 അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ രചനയായ പ്രിയപ്രവാസ് എന്ന മഹാകാവ്യം പുറത്തിറങ്ങി. ഹിന്ദിയിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു ഗ്രന്ഥമായിരുന്നു ഇത്. ഖഡീബോലി ഭാഷയെ പ്രതിനിധീകരിക്കുന്ന മഹത്തായ ഒരു ഗ്രന്ഥമാണ് പ്രിയപ്രവാസ്. ഹിന്ദിയിലെ ഏറ്റവും ശ്രേഷ്ഠ പുരസ്കാരമായ മംഗല പ്രസാദ് പാരിതോഷിക് ഈ ഗ്രന്ഥത്തിന് ലഭിച്ചു. വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു ഗ്രന്ഥമാണ് വൈദേഹി വനവാസ്. ചുഫ്തെ ചൗപദെ, ഛോക്കെ ചൗപദെ, പാരിജാത് എന്നിവ അദ്ദേഹത്തിൻ്റെ മറ്റു പ്രമുഖ കാവ്യരചനകളാണ്. കർമ്മവീർ എന്ന ഈ കവിതയിലൂടെ ഹരിയൗധ്ജി കർമ്മത്തിൻ്റെ മഹത്വം എന്തെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. പരിശ്രമശീലരായവരെ അദ്ദേഹം തൻ്റെ ഈ കവിതയിൽ പ്രശംസിക്കുന്നു. ഭാഗ്യത്തിൽ വിശ്വസിച്ച് ഇരിക്കുന്നവരല്ല, തൻ്റെ പുരുഷാർത്ഥത്തിലൂടെ ലക്ഷ്യം നേടുന്നവരെയാണ് കർമ്മവീർ എന്ന് പറയുന്നത്. ശരിയായ കർമ്മവീരന്മാർ ഒരിക്കലും ആവശ്യമില്ലാതെ സംസാരിക്കാറില്ല. തടസ്സങ്ങൾ കണ്ട് അവർ ഒരിക്കലും തങ്ങളുടെ കർത്തവ്യ പഥത്തിൽ നിന്ന് വ്യതിചലിക്കില്ല. സംഘർഷങ്ങളിൽ നിന്ന് അവർ ഒരിക്കലും മുഖം തിരിക്കില്ല. എത്ര കഠിനമായ കാര്യങ്ങൾ പോലും തങ്ങളുടെ പരിശ്രമത്താൽ അവർ ചെയ്തു കാണിക്കുന്നു. ദേശത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഉന്നതി എന്ന് പറയുന്നത് ഇത്തരം കർമ്മനിരതരായ ആളുകളുടെ കയ്യിലാണ്. രാജ്യത്തെ യുവതലമുറയെ പരിശ്രമത്തിൻ്റെ മഹത്വം ഉൾക്കൊള്ളാൻ പ്രേരിപ്പിക്കുന്നതാണ് കർമ്മവീർ എന്ന ഈ കവിത. കർമ്മവീർ कविता का सारांश. कर्मवीर शीर्षक कविता में कवि ने श्रम सिद्धांत के महत्व को दर्शाया है. കർമ്മവീർ എന്നു പേരായ ഈ കവിതയിൽ കവി ശ്രമസിദ്ധാന്തം അല്ലെങ്കിൽ അധ്വാനത്തിൻ്റെ മഹത്വത്തെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഉൻകെ അനുസാർ വേ ലോഗ് ബഹുത് ഹി പ്രശംസനീയ ഹെ ജോ മെഹനത്ത് കർത്തെ ഹെ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ആരാണോ കഠിനമായി അധ്വാനിക്കുന്നത് അവരാണ് പ്രശംസ അർഹിക്കുന്നവർ. ഭാഗ്യക്കെ ഭരോസെ ബൈഠനെ വാലോങ്കി അപേക്ഷ വേ ലോഗ് അഭിനന്ദനീയ ഹെ ജോ പരിശ്രം കർക്കെ ലക്ഷ്യ കോ പ്രാപ്ത കർത്തെ ഹെ. ഭാഗ്യത്തിൽ വിശ്വസിച്ചിരിക്കുന്നവരെ അപേക്ഷിച്ച് പരിശ്രമത്തിലൂടെ ലക്ഷ്യം പ്രാപ്തമാക്കുന്നവർ ആരാണോ അവരാണ് കൂടുതൽ അഭിനന്ദനം അർഹിക്കുന്നത്. സച്ചി കർമ്മവീർ മുഷ്കിലോം സെ രാസ്ത നിക്കാൽ കർ മഞ്ചിൽ തക്ക് പഹഞ്ച് ജാത്തെ ഹെ. ശരിയായ കർമ്മവീരന്മാർ എത്ര കഠിനമായ തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് തങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നു. കിസി ഭി പരിസ്ഥിതി മേ വേ വിചലിത് നഹി ഹോത്തെ. എത്ര കഠിനമായ പരിസ്ഥിതി വന്നാലും അവർ തങ്ങളുടെ വഴിയിൽ നിന്നും ഒരിക്കലും വ്യതിചലിക്കാറില്ല, അല്ലെങ്കിൽ തങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കാറില്ല. സംഘർഷത്തെ മുഹിനഹി മോഡത്തെ. സംഘർഷത്തിൽ നിന്നും അവർ ഒരിക്കലും തങ്ങളുടെ മുഖം തിരിക്കാറില്ല, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചത് പാതി വഴിക്ക് ഇട്ടിട്ട് പോവുകയില്ല. ബൽക്കി കഠിൻ സെ കഠിൻ കാര്യ കോ ഭി അപ്പനെ പരിശ്രം സെ ആസാൻ ബനാ ദേത്തെ ഹെ. എത്ര കഠിനമായ കാര്യമാണെങ്കിലും തങ്ങളുടെ പരിശ്രമത്തിലൂടെ അതിനെ എളുപ്പമുള്ളതാക്കി തീർക്കുന്നു. അസംഭവ് കോ സംഭവ് ബനാ ദേത്തെ ഹെ. അസംഭവ്യമായതിനെ സംഭവ്യമാക്കി തീർക്കുന്നു. परिश्रमी व्यक्ति काम को डालते नहीं, बल्कि जिस काम को करने का निश्चय करते हैं उसे तुरंत करके दिखाते हैं. പരിശ്രമശീലമുള്ള ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും തള്ളിക്കളയുകയില്ല. പകരം അവരേതൊരു കാര്യമാണോ ചെയ്യാൻ തീരുമാനിച്ചത് അതിനെ എത്രയും പെട്ടെന്ന് ചെയ്തു കാണിക്കുന്നു. अर्थात सोचते रहने में ही समय व्यतीत नहीं करते बल्कि काम पूर्ण करके दिखाते हैं. അതായത് എങ്ങനെ ചെയ്യും, എപ്പോൾ ചെയ്യും എന്നൊന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ച് വെറുതെ സമയം കളയാറില്ല. പകരം ഏതൊരു ജോലിയാണോ ചെയ്യേണ്ടത് അത് പൂർണ്ണമാക്കി കാണിക്കുന്നു. दूसरों से सलाह लेते हैं पर अपनी बुद्धि और विवेक से निर्णय करते हैं. അതായത് മറ്റുള്ളവരിൽ നിന്നും അവർ ഉപദേശം സ്വീകരിക്കും,
എന്നാൽ സ്വന്തം ബുദ്ധിയും വിവേകവും ഉപയോഗിച്ചായിരിക്കും അവർ തീരുമാനമെടുക്കുന്നത്. വേ സ്വയം കാം കർണേമേ വിശ്വാസ് രഖത്തെ ഹെ, ദൂസരോങ്കെ ഭരോസെ നഹി രഖത്തെ. അവർ സ്വയം പ്രവർത്തിക്കുന്നതിലാണ് വിശ്വസിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ തങ്ങൾ സ്വയം ചെയ്തു തീർക്കണമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. മറ്റാരെങ്കിലും സഹായിക്കാൻ വരുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. വേഹി സച്ചി കർമ്മവീർ ഹെ ജോ സമയ വ്യർത്ഥന കർക്കെ കർമ്മമേ ലീൻ ഹോത്തെ ഹെ. സമയം വ്യർത്ഥമാക്കാതെ സ്വന്തം കർമ്മത്തിൽ മുഴുകുന്നവരാണ് ശരിയായ കർമ്മവീരന്മാർ അല്ലെങ്കിൽ കർമ്മയോഗികൾ. കാം കർണേക്ക് ജഗഹ് ബാത്തെ നഹി ബനാത്തെ. ജോലി ചെയ്യേണ്ടതിന് പകരം വെറുതെ സംസാരിച്ചവർ സമയം കളയാറില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്തതും. ചിലർ നമുക്കറിയാം, ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും തങ്ങളാണ് എല്ലാം ചെയ്യുന്നതെന്ന രീതിയിൽ സംസാരിച്ച് അവരുടെ വശത്താക്കും. അങ്ങനെ ഒരിക്കലും ശരിയായ കർമ്മവീരന്മാർ ചെയ്യുകയില്ല. കാം സെ ഖബരാക്കർ ചിന്തിത് ഹോക്കർ കാം ഡാൽനേമേ സമയ നഹി ബിതാത്തെ. എന്തെങ്കിലും ഒരു കഠിനമായ കാര്യം കണ്ട് ഇതെങ്ങനെ ഞാൻ ചെയ്യുമെന്ന് ചിന്തിതനായി ആ ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞവർ ഒരിക്കലും തള്ളിക്കളയുകയില്ല. അതിനുള്ള സമയം അവർ ഒരിക്കലും ചെലവാക്കുകയില്ല. പ്രയത്ന കർണേമേ കഭി സങ്കോച നഹി കർത്തെ. അവർ ഒരിക്കലും പരിശ്രമിക്കുന്നതിൽ സങ്കോചപ്പെടാറില്ല, അല്ലെങ്കിൽ പരിശ്രമിക്കുന്നതിൽ അല്പം പോലും ബുദ്ധിമുട്ട് കാണിക്കാറില്ല. എത്ര കഷ്ടപ്പെടാനും അവർ തയ്യാറായിരിക്കും. ഉൻകേലിയെ അസംഭവ് കുച്ച് ഭി നഹി ഹോത്ത. അവരെ സംബന്ധിച്ചിടത്തോളം അസംഭവ്യമായി ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. കർമ്മവീർ സാരേ കാം സരളദാസേ കർ ദേത്തെ ഹെ. കർമ്മവീരന്മാർ അല്ലെങ്കിൽ കർമ്മയോഗികൾ, പരിശ്രമശീലമുള്ളവർ എല്ലാ കാര്യവും എളുപ്പം ചെയ്തു തീർക്കുന്നു. ഉൻകിലെ കോയി കാം കഠിൻ നഹി ഹെ. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലിയും അത്ര ബുദ്ധിമുട്ടുള്ളതല്ല. വേ ദൂസരോं के लिए സ്വയം ഏക ആദർശ് ബൻ ജാത്തെ ഹെ. മറ്റുള്ളവർക്ക് അവർ സ്വയം ഒരു മാതൃകയായി തീരുന്നു. കർമ്മവീർ ചിൽചിലാത്തെ കടി ധൂപ് കോപ്പി ശീതൽ ചാന്ദിനി ബനാ ദേത്തെ ഹെ. കർമ്മവീരന്മാർ ചുട്ടുപൊള്ളുന്ന കടുത്ത വെയിലിനെ പോലും ശീതളമായ നിലാവാക്കി മാറ്റുന്നു. വേ ആവശ്യകത പഠിനെ പർ ഷേർ കാഫി സാമന കർത്തെ ഹെ. ആവശ്യം വന്നാൽ സിംഹത്തെ പോലും നേരിടാൻ അവർ തയ്യാറാണ്. അതായത് എത്ര ബുദ്ധിമുട്ടും നേരിടാൻ അവർ തയ്യാറാണ്. അർത്ഥാത് കഠിൻ സെ കഠിൻ കാം ഭി പൂരാ കർ ദേത്തെ ഹെ. അതായത് എത്ര കഠിനമായ കാര്യവും അവർ പൂർണ്ണമാക്കുന്നു. വേ ഹസ്തെ ഹസ്തെ ലോഹെ കാ ചന ചബാ ലേത്തെ ഹെ. അവർ സന്തോഷത്തോടെ എല്ലാ തടസ്സങ്ങളെയും നേരിടുന്നു. ഉനോനെ അപ്പനെ മൻമേ യഹ് ദൃഢ നിശ്ചയ കർ ലിയാ ഹെ കി ഈ സംസാർ മേ കോയി ഭി കാര്യ കഠിൻ നഹി ഹെ. അവരുടെ മനസ്സിലെ ദൃഢനിശ്ചയം എന്നത് ഈ ലോകത്തിൽ കഠിനമായി ഒരു കാര്യവും ഇല്ല എന്നാണ്. അതായത് ഏതൊരു കാര്യമാണെങ്കിലും ചെയ്തു തീർക്കാൻ കഴിയും എന്നാണ് അവരുടെ മനസ്സിലെ ഉറച്ച വിശ്വാസം. വേ കിതനി ഹി മീൽ ചലനെ പർ ഭി കഭി നഹി തകത്തെ. എത്ര ദൂരം നടക്കേണ്ടി വന്നാലും, അതായത് ഒരു കാര്യം ചെയ്യാൻ എത്ര സമയമെടുത്താലും അവർ ഒരിക്കലും തളരാറില്ല. ഐസി കോൺസി സമസ്യ ഹെ ജിസ്കോ വേ നഹി സുൽझा सकते. അങ്ങനെയുള്ളവർക്ക് പരിഹരിക്കാൻ കഴിയാത്തതായി എന്ത് പ്രശ്നമാണുള്ളത്? കർമ്മവീർ ബാത്തൂനി നഹി ഹോത്തെ. കർമ്മവീരന്മാർ ആവശ്യമില്ലാതെ സംസാരിക്കുന്നവരല്ല, അല്ലെങ്കിൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യും എന്ന് പറയുന്നവരല്ല. ചിലരെ പ്രവർത്തിക്കാതെ ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളും തങ്ങളാണ് ചെയ്തതെന്ന് പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിക്കും. എന്നാൽ കർമ്മവീരന്മാർ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. വേ കാം ശുരു കർക്കെ യോം ഹി ഉസെ നഹി ചോടുത്തെ. അതായത് ഒരു ജോലി ആരംഭിച്ചതിന് ശേഷം അതിനെ പാതി വഴിക്ക് അവർ ഒരിക്കലും ഉപേക്ഷിക്കാറില്ല. വേ കാം പൂരാ കിയെ ബിന ഉസെ കഭി പീച്ചെ നഹി കടുത്തെ. അതായത് ഒരു ജോലി ആരംഭിച്ചാൽ അത് പൂർണ്ണമാക്കാതെ അവർ ഒരിക്കലും പിന്മാറാറില്ല. വേ കർത്തവ്യസെ മുഖി നഹി മോടുത്തെ. തങ്ങളുടെ കർത്തവ്യത്തിൽ നിന്ന് അവർ ഒരിക്കലും മുഖം തിരിക്കാറില്ല. വേ ഹവായി കിലെ നഹി ബനാത്തെ. അവർ ഒരിക്കലും ആകാശക്കോട്ട കെട്ടാറില്ല, അല്ലെങ്കിൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുമെന്ന് മനസ്സിൽ സങ്കല്പിക്കാറില്ല. വേ വ്യർത്ഥഹി അപ്പനി ബാത്തോം സെ ആസ്മാൻ കെ ഫൂൽ കോ നഹി തോടുത്തെ. ആകാശത്തിലെ പൂക്കൾ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുമെന്ന് അവർ വെറുതെ പറയാറില്ല. അപ്പനെ മന്മേ കൽപ്പനാക്കി ഉടാനെ നഹി ഭർത്തെ. അവർ തങ്ങളുടെ മനസ്സിൽ കൽപ്പനയുടെ കോട്ടകൾ കെട്ടാറില്ല. വേ മനസ്സെ കരോടോങ്കി സമ്പത്തി നഹി ജോടുത്തെ. അതായത് മനസ്സിൽ കോടിക്കണക്കിന് സമ്പത്ത് ശേഖരിക്കുന്നതായി അവർ ഒരിക്കലും സ്വപ്നം കാണാറില്ല. ഉനീങ്കെ പ്രയത്നസെ കോയലാഭി ഹീര ബൻഗയ. അവരുടെ പ്രയത്നത്താൽ കരിക്കട്ട പോലും രത്നമായി മാറുന്നു.
वे कांच के टुकड़ों को उज्ज्वल रत्न बनाकर दिखा देते हैं. കണ്ണാടിച്ചില്ലിൻ്റെ കഷ്ണങ്ങളെ പോലും ഉജ്ജ്വലമായ രത്നമാക്കി അവർ നമുക്ക് കാണിച്ചു തരുന്നു. എത്ര മോശമായ വസ്തുവിനെയും അവരുടെ പ്രയത്നത്തിലൂടെ അവർ അതിനെ ഉജ്ജ്വലമാക്കി തീർക്കുന്നു. കർമ്മവീർ പഹാഡോങ്കു കാട്ടുകർ സടക്കേം ബനാദേത്തെ. കർമ്മവീരന്മാർ പർവ്വതങ്ങളെ പൊട്ടിച്ചെറികൊണ്ട് വേ സൈക്കടോ രേഗിസ്ഥാനോമേ നദിയാം പ്രവാഹിത് കരാദേത്തെ. നൂറുകണക്കിന് മരുഭൂമികളിൽ അവർ നദികളെ പ്രവഹിപ്പിക്കുന്നു. സമുദ്രക്കെ അന്തർ പൻഡുബിയാൻ ചലാദേത്തെ. സമുദ്രത്തിനുള്ളിൽ കൂടി അവർ അന്തർവാഹിനികൾ ഓടിക്കുന്നു. വേ ജംഗലോമേ ഭി മഹാമംഗൽമയ കാര്യ കർദേത്തെ. കാട്ടിനുള്ളിൽ പോലും മംഗളകരമായ കാര്യങ്ങൾ അവർ ചെയ്യുന്നു. उन्होंने आकाश और भूतल के संबंध में बहुत सी गूढ़ रहस्यमयी बातों का पता लगाया है. ആകാശത്തെയും ഭൂമിയെക്കുറിച്ചുമുള്ള അനേകം രഹസ്യങ്ങൾ അവർ കണ്ടെത്തി. ഉന്നോനെ ഹി താർക്കി സാരി ക്രിയായെ നികാലി ഹെ. ഗ്രഹങ്ങളെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചുമുള്ള ഒരുപാട് രഹസ്യങ്ങൾ കണ്ടെത്തിയതും അവർ തന്നെയാണ്. ആജ് സബ് പ്രകാർ സെ ജിത്തനെ ദേശ് വികസിത് ഹുയേ ഹെ ജഹാം വിദ്യ ബുദ്ധി धन वैभव आदि के भंडार भरे हुए हैं. वे इन्हीं कर्मवीरों के कारण इस प्रकार സമ്പന്ന അവർ സമൃദ്ധ ബനെ ഹെ. ഇന്ന് ഏതൊക്കെ ദേശങ്ങൾ വികസിച്ചിട്ടുണ്ടോ, എവിടെയൊക്കെയാണോ വിദ്യയും ബുദ്ധിയും ധനവും ഐശ്വര്യവും ഒക്കെ ഭണ്ഡാരമായി നിറഞ്ഞിരിക്കുന്നത്, അവയൊക്കെ അങ്ങനെ പുരോഗതി പ്രാപിച്ചതിന് പിന്നിൽ ഇങ്ങനെയുള്ള കർമ്മവീരന്മാർ കാരണമാണ്. അല്ലെങ്കിൽ കർമ്മവീരന്മാരുടെ പ്രയത്നഫലമായാണ് ആ രാജ്യം അങ്ങനെ സമ്പന്നമായിട്ടുള്ളത്. जब ऐसे कर्मवीर लोग समय पाकर जन्म लेंगे तभी देश और जाति की भलाई होगी. അങ്ങനെയുള്ള കർമ്മവീരന്മാർ എപ്പോഴാണോ ജന്മമെടുക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ദേശവും സമൂഹവും ഉന്നതിയിലേക്ക് എത്തുന്നത്. ഇസ് പ്രകാർ കവി ഹരിയൗദ്ജി കർമ്മവീരോं का गुणगान करते हैं. ഇപ്രകാരം കവി ഹരിയൗദ്ജി കർമ്മവീരന്മാരുടെ ഗുണഗാനം പാടുന്നു.